ഈ അടുത്ത നാളിലാണ് നിപ്പയുടെ ആക്രമണം നമുക്ക് നേരിടേണ്ടി വന്നത്. സാധാരണഗതിയിൽ ഏറ്റവും അധികം ഭയപ്പെടുന്ന ഒരു രോഗമാണത്. പക്ഷേ വിജയകരമായി ചികിത്സിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. നല്ല വിജയം ആ ചികിത്സയിൽ നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കോവിഡിൻ്റെ ഒരു വരവിനെക്കുറിച്ച് വീണ്ടും ആശങ്ക രാജ്യത്തും ലോകത്തും ഉയരുന്നു. അപ്പോഴും നമുക്ക് അത്തരമൊരു ഘട്ടം വന്നാലും നേരിടാനാവും എന്ന ആത്മവിശ്വാസമുണ്ട്. എന്തുകൊണ്ട്? നമ്മുടെ ആരോഗ്യരംഗം അത്രയും സജ്ജമാണ്. ആരോഗ്യരംഗം കേരളത്തിലെ എല്ലാവർക്കും ചികിത്സ നല്ല രീതിയിൽ ലഭ്യമാകുമാറ് സജ്ജമാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ രംഗം നാളെ സ്കൂളുകൾ തുറക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ രംഗമാകെ വലിയ തോതിൽ ശക്തിപ്പെട്ടു നിൽക്കുന്ന ഘട്ടമാണിത്. സ്കൂളിലെ അക്കാദമിക് മികവും വർദ്ധിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കുന്നു. കുട്ടികളും രക്ഷിതാക്കളും നേരത്തെ പൊതുവിദ്യാലയങ്ങൾ ഉപേക്ഷിക്കുന്ന നിലയുണ്ടായിരുന്നു. 2016 5 ലക്ഷത്തോളം കുട്ടികൾ കൊഴിഞ്ഞു പോയതായിരുന്നു. 1000 സ്കൂളുകൾ അടച്ചുപൂട്ടാൻ ലീസ്റ്റിട്ടതാണ്. അവിടെയാണ് അതെല്ലാം പരിഹരിച്ച് ഈ മികവിലേക്ക് നമ്മൾ എത്തിയത്. 5 ലക്ഷം കൊഴിഞ്ഞു പോയ സ്ഥാനത്ത് 10 ലക്ഷം കുട്ടികൾ പുതുതായി വന്ന് ചേരുന്നത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് നാം കണ്ടു. നമ്മുടെ 2016 മുതൽ 2021 വരെയുള്ള കാലം പൊതുവിദ്യാഭ്യാസ മേഖലയുടെ തകർച്ച ഏറ്റവും വലിയ ഭീഷണിയായി നിൽക്കുന്നതുകൊണ്ട് അതിലായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. പക്ഷെ അന്നേ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചിരുന്നു. തുടർഭരണം 2021 ഉന്നത വിദ്യാഭ്യാസ മേഖല കൂടുതൽ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു. എവിടെയെത്തിയപ്പോൾ നേരത്തെ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പട്ടികയെടുത്താൽ ആദ്യത്തെ 100-ൽ നമ്മൾ എവിടെയും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴോ പൊതു യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ 1 ഡസൻ അതിൽ 3 കേരളത്തിൽ നിന്നുള്ളതാണ്. 9ാം സ്ഥാനത്ത് കേരള യൂണിവേഴ്സിറ്റി, 10ാം സ്ഥാനത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി, 11ാം സ്ഥാനത്ത് ഗാന്ധി യൂണിവേഴ്സിറ്റി, 43-ലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിൽക്കുന്നത്. ഇത് മാറ്റമല്ലേ? രാജ്യത്തെ ആദ്യത്തെ 100 കോളേജ് അതിൽ 16 കോളേജ് കേരളത്തിൽ നിന്നുള്ളതാണ്. മാറ്റം ഇനിയും മാറും, ഇനിയും കൂടുതൽ ശക്തിപ്പെടും. എന്തുകൊണ്ടാണ് ഈ മാറ്റം വന്നത്? LDF 2021 തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചപ്പോൾ അതേ നയം ശക്തമായി തുടരാൻ കഴിഞ്ഞു. അതിലൂടെ വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോകുന്നില്ല. വികസന കാര്യങ്ങൾ മാത്രമല്ല, ക്ഷേമപ്രവർത്തനങ്ങളിൽ വലിയ മാറ്റമല്ലേ ഉണ്ടായത്. 2016 LDF അധികാരത്തിലേറ്റി ഞങ്ങൾ ആദ്യ മന്ത്രിസഭാ യോഗം ചേരാൻ ഇരിക്കുകയാണ്. അപ്പോൾ ക്ഷേമപ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൊടുക്കുന്ന പെൻഷൻ എന്താ അതിൻ്റെ അവസ്ഥ എന്നത് ചോദിച്ചു. എന്താ അവസ്ഥ? കടലാസിൽ 600 രൂപയാണ്. പക്ഷേ 18 മാസത്തെ കുടിശ്ശികയാണ്. ആ ക്യാബിനറ്റ് അന്നെടുത്ത തീരുമാനം
ആ 18 മാസത്തെ കുടിശ്ശികയും കൊടുത്തു തീർക്കാനായിരുന്നു. മുഴുവൻ കൊടുത്തു. അവിടെ നിന്നില്ല. പിന്നീട് വർധനവ് വന്നു. ഇപ്പോഴോ 60 ലക്ഷം ആളുകൾക്ക് 600 1600 രൂപ വീതമാണ് കൊടുക്കുന്നത് മാസം തോറും. ഈ കഴിഞ്ഞ വാർത്ത കണ്ടില്ലേ നിങ്ങൾ? 3200 രൂപ നമ്മുടെ പെൻഷൻ അർഹതയുള്ളവർ വാങ്ങുന്ന ആ കാഴ്ച. നമ്മുടെ കേരളത്തിലെ നമ്മുടെ കൂടെ ജീവിക്കുന്ന സഹോദരങ്ങൾ, വീടില്ലാത്തവർ, അവർക്ക് സ്വന്തം വീട് ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോവുകയായിരുന്നു. ലൈഫ് മിഷൻ 5 ലക്ഷം വീട് നിർമ്മിക്കുമെന്ന് പറഞ്ഞു. 4.5 ലക്ഷത്തിലധികം വീട് ഇപ്പോൾ നിർമ്മിച്ച് അവിടെ ആളുകൾ താമസിക്കുകയാണ്. ബാക്കിയുള്ളത് അടുത്ത മാസങ്ങളിൽ പൂർത്തിയാകാൻ പോകുന്നു. നമ്മുടെ പലയിടങ്ങളിലായി ഭൂമിയുടെ അവകാശം തങ്ങളുടെ കയ്യിലില്ല എന്ന് വേവലാതിപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു. ഈ 9 വർഷം കൊണ്ട് 4 ലക്ഷത്തിൽ പരം പട്ടയങ്ങളാണ് കൊടുത്തു തീർത്തത്. ഇതെല്ലാം ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി സംഭവിക്കുന്നതാണ്. നമ്മുടെ സംസ്ഥാനം വ്യവസായത്തിന് പറ്റാത്തൊരു സംസ്ഥാനമെന്നായിരുന്നു ആദ്യം കണക്കാക്കിയിരുന്നത്. വ്യവസായ സൗഹൃദ അന്തരീക്ഷമേ ഇല്ല. ആ പട്ടികയ്ക്ക് എടുത്താൽ നമ്മൾ വളരെ പുറകിൽ. 2016 മുതൽ നാം നടത്തിയ പ്രവർത്തനം, നിയമ ഭേദഗതി, ചട്ടങ്ങൾ ഭേദഗതി, കേരളത്തിൻ്റെ മാനസിക ഘടനയിൽ മാറ്റം വരുത്താനുള്ള ഇടപെടൽ, അതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ചേർത്തുകൊണ്ടുള്ള ചർച്ചകൾ. 2021 LDF അല്ല അധികാരത്തിൽ വന്നിരുന്നത് എന്ന് സങ്കല്പിക്കുക. അവിടെ കടക്കും. പിന്നെ അതിന് തുടർച്ചയുണ്ടാവില്ല. 2021 LDF അധികാരത്തിൽ വന്നപ്പോൾ അതിന് തുടർച്ചയുണ്ടായി. എന്ത് സംഭവിച്ചു? ഈ രാജ്യത്തെ നമ്പർ 1 സംസ്ഥാനം നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ കേരളം നമ്പർ 1 എന്ന നില നേടാൻ നമുക്ക് കഴിഞ്ഞു. നിക്ഷേപ സംഗമം നടത്തിയപ്പോൾ ലോകത്തെ പ്രധാനപ്പെട്ട, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒട്ടേറെ സ്ഥാപനങ്ങൾ വന്ന് 1.5 ലക്ഷം കോടിയിൽ പരം രൂപയുടെ നിക്ഷേപ താൽപര്യ പത്രമാണ് ഒപ്പിട്ടത്. കേരളം കുതിക്കുകയാണ്, വലിയ തോതിൽ മാറുകയാണ്. IT രംഗം വൻ മാറ്റത്തിന് വിധേയമാകുന്നു. നമ്മുടെ എല്ലാ IT പാർക്കുകളും വലിയ തോതിൽ വികസിച്ചിരിക്കുന്നു. 2016 നിന്ന് വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. ഇനിയും മുന്നോട്ട് പോകാനാണ് പോകുന്നത്. 3 IT പാർക്കുകൾ വരാൻ പോകുന്നു. നാഷണൽ ഹൈവേയുടെ ഭാഗമായി IT കോറിഡോർ വരുന്നു. നമ്മുടെ ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്ന ഒരു തൊഴിൽ മേഖലയാണത്. കാർഷിക രംഗം വലിയ അഭിവൃദ്ധി. 2016 ഇരട്ടി എന്ന നിലയിലേക്ക് കാർഷിക രംഗം അഭിവൃദ്ധിപ്പെട്ടിരിക്കുന്നു. നെൽകൃഷിയുടെ കാര്യം തന്നെ അഭിവൃദ്ധിപ്പെട്ടിരിക്കുന്നു. ഏത് മേഖല എടുത്താലും ഈ അഭിവൃദ്ധി കാണാൻ നമുക്ക് സാധിക്കും. ഇതാണ് LDF കേരളത്തിന് നൽകിയിട്ടുള്ള കാര്യം. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് LDFനെ വലിയ തോതിൽ ജനങ്ങൾ പിന്താങ്ങിയിട്ടുള്ളത്. ഇതെല്ലാം എന്തുകൊണ്ടാണ് കഴിയുന്നത്? നമ്മുടെ നാട് ശാന്തമാണ്, സമാധാനപൂർവമായ ജീവിതം നയിക്കാൻ കഴിയുന്നതാണ്. ഒരു വിഭാഗത്തിനും പ്രത്യേകമായി ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ കേരളം വിട്ടുനോക്കൂ, അങ്ങനെയാണോ അവസ്ഥ? ഇപ്പം അടുത്ത കാലത്ത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം അവർ പ്രസിദ്ധീകരിച്ചൊരു കണക്കുണ്ട്. ആ കണക്കിൽ അവർ പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 4500ഓളം ആക്രമണങ്ങൾ ക്രൈസ്തവർക്ക് നേരെയുണ്ടായി എന്നാണ്.
രാജ്യത്ത് 10 വർഷം കൊണ്ട് 4500-ലേറെ ആക്രമണങ്ങൾ ക്രൈസ്തവർക്ക് നേരെയുണ്ടായി എന്ന് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം അവർ ശേഖരിച്ച കണക്കുകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് അവകാശപ്പെടുന്നു. 2023 അപേക്ഷിച്ച് 2024 ആക്രമണങ്ങൾ വർദ്ധിച്ചു എന്നതും പറയുന്നു.